കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് എക്സാലോജിക് CMRL മാസപ്പടി കേസ് അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഈ കൊടും അഴിമതി കേസിൽ പ്രതിയാവുകയാണെങ്കിൽ പിണറായി വിജയന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിഞ്ഞിട്ട് പടിയിറങ്ങേണ്ടി വരുമെന്നുള്ള അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. രാഷ്ട്രീയ ധാർമ്മികതയുടെയും അതുപോലെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെയും സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന ഈ മാസപ്പടി വിവാദം പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ പൂർണ്ണമായും തകിടം മറിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരത്തിനും മകൾക്ക് വേണ്ടി എന്തും മൂടിവെക്കാമെന്ന ഗതികേടിനും ഒടുവിൽ കാലം കാത്തുവച്ച ശക്തമായ തിരിച്ചടിയാണിതെന്നാണ് ഭരണപക്ഷം പറഞ്ഞത്. അതായത് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെയ്ത തെറ്റുകൾക്കൊക്കെയും കൃത്യമായി കണക്ക് പറയാതെ കാലം ആരെയും കടത്തിവിടില്ല എന്നുള്ള പ്രകൃതി നിയമം അക്ഷരം പ്രതി ഇവിടെ അനർത്ഥമാകുന്നുവെന്നാണ് UDF പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ EDക്ക് മുന്നിൽ വീണ വിജയൻ തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവിനെയും CPM സംസ്ഥാന നേതൃത്വങ്ങളെയും ഒരുപോലെ അതിഭയാനകമായ ആശങ്കയുടെ നിഴലിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ EDയുടെ അന്വേഷണം പിണറായി വിജയനിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് പിണറായി വിജയന്റെ ഭരണകാലത്ത് അതിലൂടെയാണോ വീണ വിജയന് ഈ പറഞ്ഞ പണം ലഭിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ലഹരിക്കേസിൽ കുടുങ്ങി ജയിലിലായപ്പോൾ കനത്ത രാഷ്ട്രീയ ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു മാറിയിരുന്നു. അന്ന് പാർട്ടി കാണിച്ച അതേ രാഷ്ട്രീയ മര്യാദയും നിലപാടും സ്വന്തം മകൾ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്ന ശക്തമായ വികാരം പാർട്ടിക്കുള്ളിലെ ഒരു വലിയ ഭാഗം നേതാക്കൾക്ക് ഇപ്പോൾ പരസ്യമായി തന്നെ ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. നാം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ബിനീഷ് കോടിയേരിക്ക് ലഭിക്കാത്ത എന്ത് സ്വീകാര്യതയും എന്തിതുമാണ് പാർട്ടി മെമ്പർ പോലും അല്ലാത്ത വീണ തൈക്കണ്ടിക്ക് ലഭിക്കുന്നു എന്നുള്ള ചോദ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ആലോചിക്കണം, എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് AKG സെന്റർ ആണ്. അതായത് വീണ ടി AKG സെന്റർ എന്നുള്ളതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് ആലോചിക്കണം. AKG സെന്റർ പാർട്ടിയുടെ സ്മാരകം എന്നറിയപ്പെടുന്ന AKG സെന്ററിന്റെ അഡ്രസ്സിലാണ് മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകൾ കമ്പനി പോലും തുടങ്ങുന്നത് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന കാര്യം. ഇതിന് വലിയ തരത്തിൽ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്ത ഒരു വലിയ വിഭാഗം നേതാക്കളും ഇതിനൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ വാക്കുകൾക്ക് എതിർവായില്ല എന്ന് പറയുന്ന പോലെ ആരും മിണ്ടാതിരുന്നത്. ഒടുവിൽ ഇതാ തോറ്റു തുന്നം പാടുന്ന സാഹചര്യമുണ്ടായി, വലിയ തരത്തിൽ ദയനീയമായ പരാജയമുണ്ടായി. അതിൽ നാളെ നാണം കെട്ട് നിൽക്കുമ്പോഴാണ് ഇതാ മകളിതാ ഈ പറഞ്ഞ അഴിമതി കേസിൽ അറസ്റ്റിലാകാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രതിയാകാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ധാർമ്മികത ഉണ്ട് എങ്കിൽ അത് കോടിയേരി ബാലകൃഷ്ണൻ എന്താണോ കാണിച്ചത് അത് തന്നെ പിണറായി വിജയനും കാണിക്കണമെന്നുള്ള സംസാരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. സ്വന്തം മകൾ ഇത്രയും വലിയൊരു അഴിമതി കേസിൽ പ്രതി പട്ടികയിൽ ഇടം പിടിച്ചാൽ ആ നാടക്കേടും പേറി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃ സ്ഥാനത്ത് നിന്ന് തുടരുന്നത് പാർട്ടിയുടെ ജനപിന്തുണയും അതുപോലെ പൊതുവായുള്ള പ്രതിച്ഛായയും ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് തള്ളിവിടുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം അതീവ ഗൗരവത്തോടെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതൃത്വങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ മാറ്റുന്നതിനെ കുറിച്ചുള്ള അതിരൂക്ഷമായ ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്നാൽ ആലോചിക്കണം, ഏരിയ കമ്മിറ്റി മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കമ്മിറ്റികളിലും പിണറായി വിജയനും MV ഗോവിന്ദനും ഇനി സ്ഥാനത്തെ വേണ്ട എന്ന് നിരവധി പേർ പറയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് അങ്ങനെ ചെയ്താൽ അത് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കുമെന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനും ഇപ്പോഴും തൽസ്ഥാനത്ത് തന്നെ തുടരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അതായത് പിണറായി വിജയനെ ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നത് ആളുകൾ വിചാരിക്കുന്നത് യാഥാർത്ഥ്യമാകും എന്ന് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തന്നെ അംഗീകരിച്ച് കൊടുക്കുന്നതിന് തുല്യമാകും എന്നുള്ളത് കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുന്നതും അല്ലെങ്കിൽ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരുന്നതും. മാസപ്പടി കേസിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നടപടികളിലേക്കാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അതായത് CMRL എന്ന സ്വകാര്യ കമ്പനിയുമായുള്ള കോടികളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ EDക്ക് മുന്നിൽ വീണ വിജയൻ നൽകിയ മൊഴികളിലെ പല അവ്യക്തതകളും ഒളിച്ചുകളികളും അന്വേഷണ ഉദ്യോഗസ്ഥരെ അങ്ങേറ്റം ചൊടിപ്പിച്ചിട്ടുണ്ട്. യാതൊരുവിധ സേവനങ്ങളും നൽകാതെ എക്സാലോജി കമ്പനി കൈപ്പറ്റിയ ഈ കോടികൾക്ക് പകരമായി ആ കാലയളവിൽ CMRL കമ്പനിക്ക് സർക്കാർ തലത്തിൽ എന്തെല്ലാം വഴിവിട്ട സഹായങ്ങളാണ് ചെയ്തു കൊടുത്തതെന്ന് ED വളരെ കൃത്യമായി വലവിരിച്ച് പരിശോധിക്കുന്നുണ്ട്. അതിലിപ്പോഴാ പിണറായി വിജയനും പെടുന്നുമുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് SFIOയുടെ കണ്ടെത്തലുകളും EDക്ക് ലഭിച്ച മൊഴികളും തമ്മിലുള്ള വലിയ പൊരുത്തക്കേടുകൾ വീണയെ കൂടുതൽ കുരുക്കിലേക്ക് എത്തിക്കുകയാണ്. ഈ അന്വേഷണത്തിന്റെ പുകലുകൾ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് തന്നെ നേരിട്ട് നീളാനുള്ള സാധ്യതകളും അങ്ങേയറ്റം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ഇപ്പോഴും
ജയിലിൽ തുടരുന്നതും ആ കേസിൽ കക്ഷി ചേരാൻ ED തീരുമാനിച്ചതും CPM നേതൃത്വത്തിന് തലപോകിക്കാൻ മറ്റൊരു കാരണമായി മാറിയിട്ടുമുണ്ട്. ഇത്തരം അക്രമ രാഷ്ട്രീയ നീക്കങ്ങൾ ഭാവിയിൽ പാർട്ടിക്കെതിരെ കടുത്ത നിയമ നടപടികൾക്ക് വഴിയൊരുക്കുമെന്നുള്ള ഭയം നേതൃത്വത്തിനും ഉണ്ടാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ അതിദയനീയമായ തോൽവിക്ക് പിന്നാലെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഉയർന്നു വന്ന അതിരൂക്ഷമായ ഭരണവിരുദ്ധ വിമർശനങ്ങൾ, അതുപോലെ തന്നെ MV ഗോവിന്ദനെയും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റണമെന്നുള്ള വിമർശനങ്ങളടക്കം പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരുടെ നില പണ്ടേ പരുങ്ങലിലായിരിക്കുകയാണ്. MV ഗോവിന്ദനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു കമ്മിറ്റിയിൽ പറഞ്ഞത് MV ഗോവിന്ദൻ അടക്കമുള്ളവർ കാരണമാണ് ഈ പാർട്ടി ഈ ഗതിയിലേക്ക് എത്തിയത്, അതുകൊണ്ട് തന്നെ ഉറപ്പായും മാറി നിന്നേ മതിയാകൂ എന്നാണ് പാർട്ടി അണികൾ പോലും പറഞ്ഞു വെക്കുന്നത്. അതിനിടയിലേക്കാണ് ഇപ്പോൾ ഇരട്ടപ്രഹരമായി മകൾക്കെതിരെയുള്ള EDയുടെ ഈ വെള്ളടി കൂടി വന്നിരിക്കുന്നതെന്ന് കൂടി ആലോചിക്കണം. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും പടിയിറങ്ങാൻ നിർബന്ധിതനായാൽ പകരം ആ കസേരയിലേക്ക് KN ബാലഗോപാലിനെ കൊണ്ടുവരാനാണ് പാർട്ടിയിൽ ധാരണ ഉണ്ടാകുന്നത്. നിലവിൽ നിയമസഭയിലെ CPM അംഗങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഏക വ്യക്തി അദ്ദേഹം മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. പിണറായി വിജയൻ്റെ കാര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം അങ്ങേയറ്റം കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്നതിനുള്ള വ്യക്തമായ സൂചന കൂടിയാണിത്. പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഈ മാറ്റത്തിനായി PB വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വരുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഇനി പിണറായിയെ സംരക്ഷിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമായി മാറിയിരിക്കുക കൂടിയാണ്. മകൾക്കെതിരായ അന്വേഷണത്തിന്റെ പൂട്ടുകൾ ഓരോന്നായി മുറുകുമ്പോൾ പിണറായി വിജയനെ രാഷ്ട്രീയമായി സംരക്ഷിക്കാൻ പാർട്ടിക്ക് ഇനി ഒരു തരത്തിലും കഴിയുകയുമില്ല. CMRL എക്സാലോജി കരാറിലെ 2.78 കോടി, അതായത് 2,78,00,000 രൂപയുടെ നിഗൂഢമായ ഇടപാടുകളെക്കുറിച്ച് കൃത്യമായൊരു മറുപടി പോലും നൽകാൻ കഴിയാതെ വീണ വിജയൻ വെട്ടിവിയർക്കുന്നത് കേസിൻ്റെ ഗൗരവം ഇരട്ടിയാക്കുക കൂടിയാണ്. ED ചോദ്യം ചെയ്യൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവിൻ്റെ കുടുംബത്തിന് പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളിയും ഇല്ലാത്ത അവസ്ഥ കൂടി ഉണ്ടാകും. ഈ കടുത്ത പ്രതിസന്ധിയിൽ പാർട്ടിക്കുള്ളിലെ വിള്ളലുകളും നേതാക്കൾക്കിടയിലെ ഭിന്നതകളും ജനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ വ്യക്തമായി പുറത്തു വരികയാണ്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും TP രാമകൃഷ്ണൻ മാറാൻ സന്നദ്ധ പ്രകടിപ്പിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ പാർട്ടിക്കുള്ളിലെ കനത്ത അസ്വസ്ഥതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്ത് വില കൊടുത്തും മകൾ പ്രതിയായാൽ പിണറായിയെ മാറ്റുക എന്നുള്ള ഒരൊറ്റ അജണ്ടയാകും ഇനി CPM പോളിറ്റ് ബ്യൂറോയിൽ ഉയരാൻ പോവുക. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ പിണറായി വിജയൻ സ്ഥാനമൊഴിയേണ്ടി വന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ CPMന്റെ സമാധി കുറിക്കുന്ന വലിയ തകർച്ചയുടെ തുടക്കമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ ED പുറത്തുവിടാൻ പോകുന്ന വിവരങ്ങളും കോടതിയിലെ നീക്കങ്ങളും ഈ കേസിൽ നിർണായകമാവുകയും ചെയ്യും. ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് നൽകാൻ കഴിയാത്ത ഓരോ മറുപടിയും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള ആശങ്കകളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതും. അതുകൊണ്ട് തന്നെ വീണ വിജയൻ്റെ നിലപാട് എന്താണോ അതിനനുസരിച്ചിരിക്കും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു.